നെക്സ്റ്റ് യൂണിഫോം കണ്ടിന്യൂറ്റി. നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ ഒരു മെട്രിക് സ്പേസിൽ നിന്നും മറ്റൊരു മെട്രിക് സ്പേസിലേക്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ള കണ്ടിന്യൂസ് ഫംഗ്ഷൻസിനെ കുറിച്ചും അവയുടെ പ്രോപ്പർട്ടീസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു മെട്രിക് സ്പേസിൽ നിന്നും മറ്റൊരു മെട്രിക് സ്പേസിലേക്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷൻ നമുക്ക് നോക്കാം. ഇത് റിയൽ ലൈനിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷനോട് സിമിലർ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ തന്നെയാണ്. എഫ് മെട്രിക് സ്പേസ് എക്സിൽ നിന്നും വൈയിലേക്ക് ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു മാപ്പിംഗ്. ആ ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷൻ ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ചൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ഡെൽറ്റ കണ്ടുപിടിക്കാൻ സാധിക്കണം. സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ പിയും ക്യൂവും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡെൽറ്റ ആകുന്ന വിധത്തിൽ മെട്രിക് സ്പേസ് എക്സിലെ ഏത് രണ്ട് പോയിൻറ്റ്സ് പിയും ക്യൂവും ചൂസ് ചെയ്താലും എഫ് ഓഫ് പിയും എഫ് ഓഫ് ക്യൂവും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കണം. അതായത് ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a delta greater than 0 such that dy of f of p comma f of q less than epsilon for all p and q in x for which dx of p comma q less than delta. അതായത് പിയും ക്യൂവും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡെൽറ്റ ആയിട്ട് വരുന്ന വിധത്തിൽ മെട്രിക് സ്പേസ് എക്സിലെ ഏത് രണ്ട് പോയിൻറ്റ്സ് പിയും ക്യൂവും ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ഏത് പെയേഴ്സ് പിയും ക്യൂവും ചൂസ് ചെയ്ത് കഴിഞ്ഞാലും എഫ് ഓഫ് പിയും എഫ് ഓഫ് ക്യൂവും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കണം. സോ യൂണിഫോം കണ്ടിന്യൂറ്റി ഒരു സെറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. പക്ഷേ കണ്ടിന്യൂറ്റി ആ സെറ്റിലെ പോയിൻറ്റ്സുകളുടെ പ്രോപ്പർട്ടിയാണ്, അതായത് ഡൊമൈനിലെ പോയിൻറ്റ്സുകളുടെ പ്രോപ്പർട്ടിയാണ്. കാരണം കണ്ടിന്യൂറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഡൊമൈനിലെ ഓരോ പോയിൻറ്റ്സിനുമാണ്. ഒരു ഫംഗ്ഷൻ ഒരു പോയിൻ്റ് പിയിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ആ പോയിൻറ്റിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു ഫിക്സഡ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെൽറ്റ നമ്മൾ കണ്ടുപിടിക്കാറുള്ളത്. അതായത് എഫ് എന്നുള്ള ഫംഗ്ഷൻ പോയിൻ്റ് P1ലും പോയിൻ്റ് P2ലും കണ്ടിന്യൂസ് ആണെന്ന് വിചാരിക്കുക. P1ഉം P2 അതിൻ്റെ ഡൊമൈനിലെ രണ്ട് പോയിൻറ്റ്സുകൾ ഒരു ഫിക്സഡ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഈ P1നും P2വിൻ്റെയും കണ്ടിന്യൂറ്റിയുടെ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഡെൽറ്റകൾ സെയിം ആവണമെന്ന് നിർബന്ധമില്ല. അത് രണ്ടും ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കുവാനും പോസിബിലിറ്റീസ് ഉണ്ട്. അതായത് എഫ് എന്നുള്ള ഫംഗ്ഷൻ P1 എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ ഫിക്സ് ചെയ്ത എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പോസിറ്റീവ് റിയൽ നമ്പർ Δ1 കണ്ടുപിടിക്കാൻ സാധിക്കും. സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ വെൻ എവർ ഡി എക്സ് ഓഫ് എക്സ് കോമ P1 ലെസ് ദാൻ Δ1 dy ഓഫ് എഫ് ഓഫ് എക്സ് കോമ എഫ് ഓഫ് P1 ലെസ് ദാൻ എപ്സിലോൺ. അതുപോലെ തന്നെ എഫ് പോയിൻ്റ് P2വിൽ കണ്ടിന്യൂസ് ആയതുകൊണ്ട് സെയിം എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പോസിറ്റീവ് റിയൽ നമ്പർ Δ2 കണ്ടുപിടിക്കാൻ സാധിക്കും. സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ വെൻ എവർ ഡി എക്സ് ഓഫ് എക്സ് കോമ P2 ലെസ് ദാൻ Δ2 dy ഓഫ് എഫ് ഓഫ് എക്സ് കോമ എഫ് ഓഫ് P2 ലെസ് ദാൻ എപ്സിലോൺ. ദെൻ ഇവിടെ കിട്ടിയിട്ടുള്ള Δ1ഉം Δ2വും സെയിം ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പോയിൻറ്റ്സ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ആ പോയിൻറ്റിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ഡെൽറ്റകളുടെ ചോയ്സ്. ബട്ട് യൂണിഫോം കണ്ടിന്യൂറ്റി ഒരു സെറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. അതായത് ഒരു ഫിക്സഡ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു യൂണീക്ക് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 കണ്ടുപിടിക്കാൻ സാധിക്കും. സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ ഡി എക്സ് ഓഫ് പി കോമ ക്യൂ ലെസ് ദാൻ ഡെൽറ്റ ആകുന്ന വിധത്തിൽ സെറ്റ് എക്സിലെ ഏത് രണ്ട് പോയിൻറ്റ്സ് പിയും ക്യൂവും ചൂസ് ചെയ്ത് കഴിഞ്ഞാലും എഫ് ഓഫ് പിയും എഫ് ഓഫ് ക്യൂവും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. ഇവിടെ ഈ പോസിറ്റീവ് റിയൽ നമ്പർ ഡെൽറ്റ ആ പോയിൻറ്റ്സുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതായത് പിയും ക്യൂവും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡെൽറ്റ ആകുന്ന വിധത്തിൽ സെറ്റ് എക്സിലെ ഏത് രണ്ട് പോയിൻറ്റ്സുകൾ ചൂസ് ചെയ്താലും എഫ് ഓഫ് പിയും എഫ് ഓഫ് ക്യൂവും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കണം. പോയിൻറ്റ്സ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഡെൽറ്റയുടെ ചോയ്സ് ചേഞ്ച് ചെയ്യുന്നില്ല. അതായത് ഒരു ഫിക്സഡ് ഡെൽറ്റ ആയിരിക്കും ഒരു ഫിക്സഡ് എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുക. സോ യൂണിഫോം കണ്ടിന്യൂറ്റി ഒരു സെറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഒരു ഫിക്സഡ് എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു യൂണീക്ക് ഡെൽറ്റ കണ്ടുപിടിക്കാൻ സാധിക്കണം. സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ ഡി എക്സ് ഓഫ് പി കോമ ക്യൂ ലെസ് ദാൻ ഡെൽറ്റ ആകുന്ന വിധത്തിൽ സെറ്റ് എക്സിലെ ഏത് രണ്ട് പോയിൻറ്റ്സുകൾ ചൂസ് ചെയ്താലും എഫ് ഓഫ് പിയും എഫ് ഓഫ് ക്യൂവും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കണം. ഈ ഒരു കണ്ടീഷൻ ഫംഗ്ഷൻ എഫ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ ഒരു യൂണിഫോംലി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. ഇതാണ് ഒരു മെട്രിക് സ്പേസിൽ നിന്നും മറ്റൊരു മെട്രിക് സ്പേസിലേക്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷൻ. ദെൻ റിയൽ ലൈനിലുള്ള ഫംഗ്ഷൻസിൻ്റെ കേസിലുള്ളതുപോലെ തന്നെ ഇവിടെയും എല്ലാ യൂണിഫോംലി കണ്ടിന്യൂസ് ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആയിരിക്കും. ബട്ട് അതിൻ്റെ കോൺവേഴ്സ് ട്രൂ ആവണമെന്ന് നിർബന്ധമില്ല. അതായത് എല്ലാ കണ്ടിന്യൂസ് ഫംഗ്ഷൻസും യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ആദ്യം നമുക്ക് എല്ലാ യൂണിഫോംലി കണ്ടിന്യൂസ് ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണ് എന്ന് വെരിഫൈ ചെയ്യാം. ഒരു ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് എന്നുള്ളതിൽ നിന്നും ഒരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ചൂസ് ചെയ്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു യൂണീക്ക് ഡെൽറ്റ കണ്ടുപിടിക്കാൻ സാധിക്കും. സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ
ഡി എക്സ് ഓഫ് പി കോമ ക്യൂ ലെസ് ദാൻ ഡെൽറ്റ ആകുന്ന വിധത്തിൽ സെറ്റ് എക്സിലെ ഏത് രണ്ട് പോയിൻറ്റ്സുകൾ പിയും ക്യൂവും ചൂസ് ചെയ്താലും എഫ് ഓഫ് പിയും എഫ് ഓഫ് ക്യൂവും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. അതായത് കറസ്പോണ്ടിങ് ടു എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ യൂണിക് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ dy of f of p comma f of q less than epsilon for all p comma q in x for which dx of p comma q less than delta. ഇത് ഫംഗ്ഷൻ എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് എന്നുള്ളതിൽ നിന്നും നമുക്ക് കിട്ടുന്നതാണ്. നമുക്ക് ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഓൺ എക്സ് എന്നാണ് വെരിഫൈ ചെയ്യേണ്ടത്. അതായത് സെറ്റ് എക്സിലെ ഏതൊരു പോയിൻ്റ് പി ചൂസ് ചെയ്താലും ആ പോയിൻ്റിൽ ഫംഗ്ഷൻ എഫ് കണ്ടിന്യൂസ് ആയിരിക്കണം. പോയിൻ്റ് പിയിൽ എഫ് കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷൻ ഏത് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ചൂസ് ചെയ്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 കണ്ടുപിടിക്കാൻ സാധിക്കണം. സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ നമ്മൾ ഫിക്സ് ചെയ്ത പോയിൻ്റ് പിയിൽ നിന്നുമുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡെൽറ്റ ആയിട്ട് വരുന്ന വിധത്തിൽ സെറ്റ് എക്സിലെ ഏതൊരു പോയിൻ്റ് ക്യൂ ചൂസ് ചെയ്താലും dy ഓഫ് എഫ് ഓഫ് പി കോമ എഫ് ഓഫ് ക്യൂ ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കണം. ഇതാണ് ഫംഗ്ഷൻ എഫ് പോയിൻ്റ് പിയിൽ കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷൻ. രണ്ട് സ്ഥലത്തും സെയിം നൊട്ടേഷൻ പോയിൻ്റ് പിക്ക് യൂസ് ചെയ്യുന്നത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പിക്ക് പകരം നമുക്ക് പി സ്റ്റാർ യൂസ് ചെയ്യാം. സോ ഫംഗ്ഷൻ എഫ് സെറ്റ് എക്സിൽ കണ്ടിന്യൂസ് ആണ് എന്ന് പ്രൂവ് ചെയ്യുവാൻ സെറ്റ് എക്സിലെ ഏതൊരു പോയിൻ്റ് പി സ്റ്റാർ ചൂസ് ചെയ്താലും ആ പോയിൻ്റിൽ എഫ് കണ്ടിന്യൂസ് ആയിരിക്കണം. അതിനുവേണ്ടി ഏതൊരു എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടും ഒരു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കണം. അത് പോയിൻ്റ് പി സ്റ്റാറിനെ ഡിപ്പെൻഡ് ചെയ്യും. സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ ഡി എക്സ് ഓഫ് പി സ്റ്റാർ കോമ ക്യൂ ലെസ് ദാൻ ഡെൽറ്റ ആയിട്ട് വരുന്ന വിധത്തിൽ സെറ്റ് എക്സിലെ ഏതൊരു പോയിൻ്റ് ക്യൂ ചൂസ് ചെയ്താലും എഫ് ഓഫ് പി സ്റ്റാറും എഫ് ഓഫ് ക്യൂവും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കണം. ഇതാണ് നമുക്ക് ആ ഫംഗ്ഷൻ പോയിൻ്റ് പി സ്റ്റാറിൽ കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷൻ. ഇത് വെരിഫൈ ചെയ്യുവാൻ വേണ്ടി ആർബിട്രറി ആയിട്ട് ഒരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ചൂസ് ചെയ്യുന്നു. ദെൻ ഫംഗ്ഷൻ എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഈ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 കണ്ടുപിടിക്കാൻ സാധിക്കും. സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ ഡി എക്സ് ഓഫ് പി കോമ ക്യൂ ലെസ് ദാൻ ഡെൽറ്റ ആകുന്ന വിധത്തിൽ സെറ്റ് എക്സിലെ ഏത് രണ്ട് പോയിൻറ്റ്സുകൾ പിയും ക്യൂവും ചൂസ് ചെയ്താലും dy ഓഫ് എഫ് ഓഫ് പി കോമ എഫ് ഓഫ് ക്യൂ ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. ഇത് ഏത് രണ്ട് പോയിൻറ്റ്സിനും ഹോൾഡ് ചെയ്യും. അതായത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡെൽറ്റ ആയിട്ട് വരുന്ന വിധത്തിൽ സെറ്റ് എക്സിലെ ഏത് രണ്ട് പോയിൻറ്റ്സുകൾ ചൂസ് ചെയ്താലും അവയുടെ ഇമേജസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കും. സോ പി സ്റ്റാറും ക്യൂവും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡെൽറ്റ ആയിട്ട് വരുന്ന വിധത്തിൽ സെറ്റ് എക്സിലെ ഏതൊരു ക്യൂ ചൂസ് ചെയ്താലും എഫ് ഓഫ് പി സ്റ്റാറും എഫ് ഓഫ് ക്യൂവും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. അതായത് നേരത്തെ പറഞ്ഞ കണ്ടീഷനിൽ ഒരു പോയിൻ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. സോ അതിനും ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യും. ഇത് ഫംഗ്ഷൻ എഫ് പോയിൻ്റ് പി സ്റ്റാറിൽ കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷനാണ്. അതായത് നമ്മൾ ചൂസ് ചെയ്ത എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു. സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ dy ഓഫ് എഫ് ഓഫ് പി സ്റ്റാർ കോമ എഫ് ഓഫ് ക്യൂ ലെസ് ദാൻ എപ്സിലോൺ വെൻ എവർ ഡി എക്സ് ഓഫ് പി കോമ ക്യൂ ലെസ് ദാൻ ഡെൽറ്റ ഫോർ ഓൾ ക്യൂ ബിലോങ്സ് ടു എക്സ്. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ നമ്മൾ ചൂസ് ചെയ്ത എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ സാധിച്ചു. അത് യൂണിഫോം കണ്ടിന്യൂറ്റിയുടെ കേസിൽ നിന്നും എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന ഡെൽറ്റ തന്നെയാണ്. ഇത് ഫംഗ്ഷൻ എഫ് പോയിൻ്റ് പി സ്റ്റാറിൽ കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷനാണ്. സോ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് പി സ്റ്റാർ. പി സ്റ്റാർ ആർബിട്രറി ആയിട്ടുള്ളൊരു പോയിൻ്റ് ആയതുകൊണ്ട് സെറ്റ് എക്സിലെ എല്ലാ പോയിൻറ്റ്സിലും എഫ് കണ്ടിന്യൂസ് ആയിരിക്കും. അതായത് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ എക്സ്. അതിൽ നിന്നും എല്ലാ യൂണിഫോംലി കണ്ടിന്യൂസ് ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആയിരിക്കും. ബട്ട് അതിൻ്റെ കോൺവേഴ്സ് ട്രൂ അല്ല. അതായത് എല്ലാ കണ്ടിന്യൂസ് ഫംഗ്ഷൻസും യൂണിഫോംലി കണ്ടിന്യൂസ് ആവണമെന്ന് നിർബന്ധമില്ല. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇനി പറയുന്നത്. കൺസിഡർ ദി ഫംഗ്ഷൻ എഫ് ഫ്രം ഓപ്പൺ ഇൻ്റർവൽ 0, 1 to r ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x. അതൊരു റാഷണൽ ഫംഗ്ഷനാണ്. അതിൻ്റെ ന്യൂമറേറ്റർ ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ്. അത് കണ്ടിന്യൂസ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ഡിനോമിനേറ്റർ എക്സ് ആണ്. അതൊരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. അതും കണ്ടിന്യൂസ് ആണ്. ദെൻ ഓപ്പൺ ഇൻ്റർവൽ 0, 1 എല്ലാ പോയിൻറ്റ്സിലും എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് ആ റേഷണൽ ഫംഗ്ഷൻ ഓപ്പൺ ഇൻ്റർവൽ 0, 1 എല്ലാ പോയിൻറ്റ്സിലും കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ ഇൻ്റർവൽ 0, 1 ആണ്. ബട്ട് ആ ഫംഗ്ഷൻ ആ ഇൻ്റർവെല്ലിൽ യൂണിഫോംലി കണ്ടിന്യൂസ് അല്ല. അത് നമുക്ക് വെരിഫൈ ചെയ്യാം. അത് കോൺട്രഡിക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് വെരിഫൈ ചെയ്യുന്നത്. അതിനുവേണ്ടി എഫ് ഓപ്പൺ ഇൻ്റർവൽ 0, 1 യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടും ഒരു യൂണീക്ക് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 കണ്ടുപിടിക്കാൻ സാധിക്കും. സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ എക്സും വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡെൽറ്റ ആകുന്ന വിധത്തിൽ സെറ്റ് എക്സിലെ ഏത് രണ്ട് പോയിൻറ്റ്സുകൾ എക്സും വൈയും ചൂസ് ചെയ്താലും എഫ് ഓഫ് എക്സും എഫ് ഓഫ് വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും.
എല്ലാ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടും ഇതുപോലെ ഒരു ഡെൽറ്റ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതാണ് എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് എന്നുള്ളതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കണ്ടീഷൻ. സോ എപ്സിലോൺ ഈക്വൽ ടു 1 എന്ന് ചൂസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എപ്സിലോൺ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തതുകൊണ്ട് ഈ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ എക്സും വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡെൽറ്റ ആകുന്ന വിധത്തിൽ ഓപ്പൺ ഇൻ്റർവൽ 0-1 ഏത് രണ്ട് പോയിൻറ്റ്സ് എക്സും വൈയും ചൂസ് ചെയ്താലും 1/xഉം 1/yയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ 1 ആയിരിക്കും. അതായത് എഫ് ഓഫ് എക്സും എഫ് ഓഫ് വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ 1 ആയിരിക്കും. ഇതുപോലെ ഒരു ഡെൽറ്റ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ദെൻ ഇതിനൊരു കോൺട്രഡിക്ഷൻ വരുത്തുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഓപ്പൺ ഇൻ്റർവൽ 0-1 നിന്നും ഡെൽറ്റയേക്കാൾ താഴെയുള്ള ഒരു എക്സ് ചൂസ് ചെയ്യുന്നു. അത് പോസിബിളാണ്, കാരണം ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് ഡെൽറ്റയും 0യും ഈക്വൽ ആയിരിക്കുകയില്ല. സോ 0യുടെയും ഡെൽറ്റയുടെയും ഇടയിൽ അറ്റ്ലീസ്റ്റ് 1 റിയൽ നമ്പറെങ്കിലും ഉണ്ടായിരിക്കും. ഇൻഫിനിറ്റ്ലി മെനി റിയൽ നമ്പേഴ്സ് ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള ഒരു റിയൽ നമ്പറാണ് എക്സ് എന്ന് വിചാരിക്കുക. എക്സ് ഓപ്പൺ ഇൻ്റർവൽ 0-1 ഒരു മെമ്പർ എക്സ് ലെസ് ദാൻ ഡെൽറ്റ, ഇതുപോലൊരു എക്സ് ചൂസ് ചെയ്യുന്നു. ദെൻ വൈ എന്നുള്ളത് ഇതുപോലെ സെറ്റ് ചെയ്യുന്നു, വൈ ഈക്വൽ ടു x/2. ദെൻ എക്സും വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇതുപോലെ ആയിരിക്കും, മോഡുലസ് ഓഫ് എക്സ് മൈനസ് x/2 വിച്ച് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് x/2. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് x/2ഉം ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. സോ മോഡുലസ് ഓഫ് x/2 എന്നുള്ളത് x/2 തന്നെയായിരിക്കും. എക്സ് ലെസ് ദാൻ ഡെൽറ്റ ആയതുകൊണ്ട് x/2 ലെസ് ദാൻ ഡെൽറ്റ/2 ആയിരിക്കും, വിച്ച് ഈസ് ലെസ് ദാൻ ഡെൽറ്റ. സോ എക്സും വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡെൽറ്റയാണ്. പക്ഷേ എഫ് ഓഫ് എക്സും എഫ് ഓഫ് വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ അല്ല. അത് നമുക്ക് വെരിഫൈ ചെയ്യാം. ഇവിടെ എഫ് ഓഫ് എക്സ് എന്നുള്ളത് 1/x ആയതുകൊണ്ട് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ എന്നുള്ളത് മോഡുലസ് ഓഫ് 1/x മൈനസ് 1/y. വൈക്ക് പകരം x/2 എന്ന് റീപ്ലേസ് ചെയ്യുന്നു. സോ വിച്ച് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് 1/x മൈനസ് 1/x/2 വിച്ച് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് 1/x മൈനസ് 2/x വിച്ച് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് മൈനസ് 1/x വിച്ച് ഇസ് ഈക്വൽ ടു 1/x. എക്സ് ലെസ് ദാൻ 1 ആയതുകൊണ്ട് 1/x ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. സോ മോഡുലസ് ഓഫ് 1/x മൈനസ് 1/y ഗ്രേറ്റർ ദാൻ 1. ബട്ട് എക്സും വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡെൽറ്റയാണ്. അതൊരു കോൺട്രഡിക്ഷൻ ആണ്, കാരണം നമ്മുടെ അസംഷൻ പ്രകാരം എക്സും വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡെൽറ്റ ആയിട്ട് വരുന്ന വിധത്തിൽ ഓപ്പൺ ഇൻ്റർവൽ 0-1 ഏത് രണ്ട് പോയിൻറ്റ്സുകൾ എക്സും വൈയും ചൂസ് ചെയ്താലും 1/xഉം 1/yയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ 1 ആയിരിക്കണം. ഇവിടെ എക്സും വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡെൽറ്റയാണ്. പക്ഷേ എഫ് ഓഫ് എക്സും എഫ് ഓഫ് വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് 1/xഉം 1/yയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ 1 ആണ്. എക്സും വൈയും ഓപ്പൺ ഇൻ്റർവൽ 0-1 മെമ്പേഴ്സുമാണ്. സോ നമ്മളൊരു കോൺട്രഡിക്ഷനിലെത്തി. നമ്മുടെ അസംഷൻ റോങ് ആയിരുന്നു. എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് എന്നായിരുന്നു നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ എഫ് ഓപ്പൺ ഇൻ്റർവൽ 0-1 യൂണിഫോംലി കണ്ടിന്യൂസ് അല്ല. അതുകൊണ്ട് എല്ലാ കണ്ടിന്യൂസ് ഫംഗ്ഷൻസും യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കണം എന്ന് നിർബന്ധമൊന്നും ഇല്ല. അതിൻ്റെ ഒരു കൗണ്ടർ എക്സാമ്പിളാണ് ഇപ്പോൾ പറഞ്ഞത്. നെക്സ്റ്റ് ഒരു തിയറമാണ്, തിയറം 4.19. ആദ്യം അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ലെറ്റ് എഫ് ബി എ കണ്ടിന്യൂസ് മാപ്പിംഗ് ഓഫ് എ കോമ്പാക്ട് മെട്രിക് സ്പേസ് എക്സ് ഇൻറ്റു എ മെട്രിക് സ്പേസ് വൈ, ദെൻ എഫ് ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ എക്സ്. അതായത് ഒരു കോമ്പാക്ട് മെട്രിക് സ്പേസിൽ നിന്നും മറ്റൊരു മെട്രിക് സ്പേസിലേക്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ള കണ്ടിന്യൂസ് മാപ്പിംഗ്സ് എല്ലാം യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കും എന്നാണ് ഈ തിയറത്തിൽ നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത്. എഫ് എക്സിൽ നിന്നും വൈയിലേക്കുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ, എക്സ് കോമ്പാക്റ്റ് ആണ്. നമുക്ക് വെരിഫൈ ചെയ്യുവാനുള്ളത് എഫ് ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ എക്സ് എന്നാണ്. അതിനുവേണ്ടി ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ചൂസ് ചെയ്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു യൂണീക്ക് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 കണ്ടുപിടിക്കാൻ സാധിക്കണം. സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ എക്സും വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡെൽറ്റ ആകുന്ന വിധത്തിൽ സെറ്റ് എക്സിലെ ഏത് രണ്ട് പോയിൻറ്റ്സുകൾ എക്സും വൈയും ചൂസ് ചെയ്താലും എഫ് ഓഫ് എക്സും എഫ് ഓഫ് വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കണം. ഇതുപോലെ എല്ലാ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടും ഒരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ സാധിക്കണം. അങ്ങനെയാണെങ്കിലാണ് എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ എക്സ് എന്ന് പറയുക. അതിനുവേണ്ടി ആർബിട്രറി ആയിട്ട് ഒരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ഫിക്സ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എപ്സിലോൺ/2ഉം ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഫംഗ്ഷൻ എഫ് മെട്രിക് സ്പേസ് എക്സിൽ കണ്ടിന്യൂസ് ആയതുകൊണ്ട് മെട്രിക് സ്പേസ് എക്സിലെ ഏതൊരു പോയിന്റ് പി ചൂസ് ചെയ്താലും ആ പോയിന്റിൽ എഫ് കണ്ടിന്യൂസ് ആയിരിക്കും. സോ കണ്ടിന്യൂറ്റിയുടെ ഡെഫിനേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഫിക്സ് ചെയ്ത എപ്സിലോൺ/2 ഗ്രേറ്റർ ദാൻ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന പോയിന്റ് പികളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അത് പോയിന്റ് പിയെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് അതിന് ഫൈ ഓഫ് പി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. സോ എപ്സിലോൺ/2 ഗ്രേറ്റർ ദാൻ 0ക്കും നമ്മൾ ചൂസ് ചെയ്ത പോയിന്റ് പിക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫൈ ഓഫ് പി ഗ്രേറ്റർ ദാൻ 0 കണ്ടുപിടിക്കാൻ സാധിക്കും. സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ വെൻ എവർ dx of x, p ലെസ് ദാൻ ഫൈ ഓഫ് പി,
ഡി വൈ ഓഫ് എഫ് ഓഫ് എക്സ് കോമ എഫ് ഓഫ് പി ലെസ് ദാൻ എപ്സിലോൺ ബൈ ടു. അതായത് പോയിന്റ് പിയിൽ നിന്നുമുള്ള ഡിസ്റ്റൻസ് ഫൈ ഓഫ് പിയേക്കാൾ കുറവുള്ള വിധത്തിൽ സെറ്റ് എക്സിലെ ഏതൊരു പോയിന്റ് എക്സ് ചൂസ് ചെയ്താലും എഫ് ഓഫ് എക്സും എഫ് ഓഫ് പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ ടു ആയിരിക്കും. സോ ഓരോ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടും ഇതുപോലെ ഫൈ ഓഫ് പികൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഫിക്സഡ് എപ്സിലോൺ ബൈ ടു ഗ്രേറ്റർ ദാൻ സീറോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട്. അതായത് എക്സിൽ നിന്നും ഒരു പോയിന്റ് പി വൺ ചൂസ് ചെയ്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫൈ ഓഫ് പി വൺ ഗ്രേറ്റർ ദാൻ സീറോ കണ്ടുപിടിക്കാൻ സാധിക്കും. കറസ്പോണ്ടിങ് ടു എപ്സിലോൺ ബൈ ടു ഗ്രേറ്റർ ദാൻ സീറോ അത് ഫിക്സഡ് ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഫൈ ഓഫ് പി വൺ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ വെൻ എവർ ഡി എക്സ് ഓഫ് എക്സ് കോമ പി വൺ ലെസ് ദാൻ ഫൈ ഓഫ് പി വൺ ഡി വൈ ഓഫ് എഫ് ഓഫ് എക്സ് കോമ എഫ് ഓഫ് പി വൺ ലെസ് ദാൻ എപ്സിലോൺ ബൈ ടു. അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ് പി ടു എക്സിൽ നിന്നും ചൂസ് ചെയ്താൽ ഫിക്സഡ് എപ്സിലോൺ ബൈ ടു ഗ്രേറ്റർ ദാൻ സീറോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആ പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ഒരു ഫൈ ഓഫ് പി ടു ഗ്രേറ്റർ ദാൻ സീറോ കണ്ടുപിടിക്കാൻ സാധിക്കും. സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ വെൻ എവർ ഡി എക്സ് ഓഫ് എക്സ് കോമ പി ടു ലെസ് ദാൻ ഫൈ ഓഫ് പി ടു ഡി വൈ ഓഫ് എഫ് ഓഫ് എക്സ് കോമ എഫ് ഓഫ് പി ടു ലെസ് ദാൻ എപ്സിലോൺ ബൈ ടു. ഇതുപോലെ എക്സിൽ ഓരോ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടും ഫൈ ഓഫ് പികൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ദെൻ ജെ ഓഫ് പി എന്നുള്ള സെറ്റ് ഇതുപോലെ ഡിഫൈൻ ചെയ്യുന്നു. ജെ ഓഫ് പി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു എക്സ് സച്ച് ദാറ്റ് ഡി എക്സ് ഓഫ് എക്സ് കോമ പി ലെസ് ദാൻ ഫൈ ഓഫ് പി ബൈ ടു. അതായത് പോയിന്റ് പിയുടെ ഫൈ ഓഫ് പി ബൈ ടു റേഡിയസ് ഉള്ള നൈബ്രൂഡാണ് ജെ ഓഫ് പി. നമുക്കറിയാം എല്ലാ നൈബ്രൂഡുകളും ഓപ്പൺ ആണ്. സോ ജെ ഓഫ് പി എന്നുള്ളത് ഓപ്പൺ ആയിരിക്കും. അതുപോലെ തന്നെ കളക്ഷൻ ജെ ഓഫ് പി പി ബിലോങ്സ് ടു എക്സ്. അതായത് സെറ്റ് എക്സിലെ എല്ലാ പോയിന്റുകൾക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഇതുപോലെ നൈബ്രൂഡ്സ് കൺസിഡർ ചെയ്യുക. അത്തരത്തിലുള്ള നൈബ്രൂഡ്സുകളുടെ കളക്ഷൻ അതാണ് കളക്ഷൻ ജെ ഓഫ് പി. അതിലുള്ള സെറ്റുകളെല്ലാം ഓപ്പൺ സെറ്റുകളാണ്. അതുപോലെ തന്നെ സെറ്റ് എക്സിലെ എല്ലാ പോയിൻറ്റ്സും അതിലേതെങ്കിലും ഒരു സെറ്റിലുണ്ടായിരിക്കും. കാരണം പി എന്നുള്ള പോയിൻ്റ് എന്തായാലും ജെ ഓഫ് പിയിലുണ്ടായിരിക്കും. അതിൻ്റെ സെൻറ്ററാണ് പി. സോ എക്സിലെ എല്ലാ പോയിൻറ്റ്സുകളും കളക്ഷൻ ജെ ഓഫ് പിയിലെ ഏതെങ്കിലും ഒരു സെറ്റിലെങ്കിലും ഉണ്ടായിരിക്കും. സോ കളക്ഷൻ ജെ ഓഫ് പി എക്സിൻ്റെ ഒരു ഓപ്പൺ കവറാണ്. നമ്മുടെ അസംഷൻ എക്സ് കോമ്പാക്റ്റ് എന്നാണ്. സോ ആ ഓപ്പൺ കവറിനൊരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ടായിരിക്കും. സോ ദർ എക്സിസ്റ്റ് ഫൈനൈറ്റ്ലി മെനി ഇൻഡിസസ് പി വൺ പി ടു എക്സെട്ര പി എൻ സച്ച് ദാറ്റ് എക്സ് ഈസ് എ സബ്സെറ്റ് ഓഫ് ജെ ഓഫ് പി വൺ യൂണിയൻ ജെ ഓഫ് പി ടു യൂണിയൻ എക്സെട്ര യൂണിയൻ ജെ ഓഫ് പി എൻ. ദെൻ അവയുടെ റേഡിയസുകളുടെ മിനിമം ആയിട്ട് ഡെൽറ്റ ചൂസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ചൂസ് ഡെൽറ്റ ഈക്വൽ ടു മിനിമം ഓഫ് ഫൈ ഓഫ് പി വൺ ബൈ ടു ഫൈ ഓഫ് പി ടു ബൈ ടു എക്സെട്ര ഫൈ ഓഫ് പി എൻ ബൈ ടു. നമുക്കറിയാം ഫൈനൈറ്റ് നമ്പർ ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സുകളുടെ മിനിമം ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആയിരിക്കും. സോ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കും. ദെൻ ഡി എക്സ് ഓഫ് എക്സ് കോമ വൈ ലെസ് ദാൻ ഡെൽറ്റ ആകുന്ന വിധത്തിൽ മെട്രിക് സ്പേസ് എക്സിൽ നിന്നും ആർബിട്രറി ആയിട്ട് രണ്ട് പോയിൻറ്റ്സുകൾ എക്സും വൈയും ചൂസ് ചെയ്യുന്നു. സ്മോൾ എക്സ് മെട്രിക് സ്പേസ് എക്സിൽ ഒരു മെമ്പർ ആയതുകൊണ്ടും എക്സ് സബ്സെറ്റ് ഓഫ് ജെ ഓഫ് പി വൺ യൂണിയൻ ജെ ഓഫ് പി ടു യൂണിയൻ എക്സെട്ര യൂണിയൻ ജെ ഓഫ് പി എൻ ആയതുകൊണ്ടും സ്മോൾ എക്സ് ബിലോങ്സ് ടു ജെ ഓഫ് പി എം ഫോർ സം വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. ദെൻ എക്സ് ജെ ഓഫ് പി എമ്മിലുണ്ടെങ്കിൽ അതിൻ്റെ റേഡിയസ് ഫൈ ഓഫ് പി എം ഡിവൈഡഡ് ബൈ ടു ആയതുകൊണ്ട് ഡി എക്സ് ഓഫ് എക്സ് കോമ പി എം ലെസ് ദാൻ ഫൈ ഓഫ് പി എം ബൈ ടു ആയിരിക്കും. ദെൻ ഫൈ ഓഫ് പി എം ബൈ ടു ലെസ് ദാൻ ഫൈ ഓഫ് പി എം ആണ്. അതിൽ നിന്നും ഡി എക്സ് ഓഫ് എക്സ് കോമ പി എം ലെസ് ദാൻ ഫൈ ഓഫ് പി എം. ദെൻ നമ്മൾ ഇക്വേഷൻ 1 പറഞ്ഞിട്ടുണ്ടായിരുന്നു മെട്രിക് സ്പേസ് എക്സിലെ ആർബിട്രറി ആയിട്ടുള്ളൊരു പോയിന്റ് പി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്സിലോൺ ബൈ ടുവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫൈ ഓഫ് പി കണ്ടുപിടിക്കാൻ സാധിക്കും. സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ ഡി വൈ ഓഫ് എഫ് ഓഫ് എക്സ് കോമ എഫ് ഓഫ് പി ലെസ് ദാൻ എപ്സിലോൺ ബൈ ടു വെൻ എവർ ഡി എക്സ് ഓഫ് എക്സ് കോമ പി ലെസ് ദാൻ ഫൈ ഓഫ് പി. സോ ഇവിടെ പി എം എന്നുള്ളത് എക്സിലൊരു പോയിൻ്റ് ആണ്. അതുപോലെ തന്നെ എക്സും പി എമ്മും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ ഫൈ ഓഫ് പി എം ആണ്. സോ ഇക്വേഷൻ 1 നിന്നും ഡി വൈ ഓഫ് എഫ് ഓഫ് എക്സ് കോമ എഫ് ഓഫ് പി എം ലെസ് ദാൻ എപ്സിലോൺ ബൈ ടു. ദെൻ ഡി എക്സ് ഓഫ് വൈ കോമ പി എം എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി എക്സ് ഓഫ് വൈ കോമ എക്സ് പ്ലസ് ഡി എക്സ് ഓഫ് എക്സ് കോമ പി എം. ഡി എക്സ് ഒരു മെട്രിക്കാണ്. സോ മെട്രിക്കിൻ്റെ തേർഡ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിതുപോലെ കിട്ടും. ദെൻ ഡി എക്സ് ഓഫ് വൈ കോമ എക്സ് എന്നുള്ളത് ലെസ് ദാൻ ഡെൽറ്റയാണ്. കാരണം ഡി എക്സ് ഓഫ് എക്സ് കോമ വൈയും ഡി എക്സ് ഓഫ് വൈ കോമ എക്സും സെയിം ആണ്. ഡി എക്സ് ഓഫ് എക്സ് കോമ വൈ ലെസ് ദാൻ ഡെൽറ്റ ആയതുകൊണ്ട് ഡി എക്സ് ഓഫ് വൈ കോമ എക്സും ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കും. അതുപോലെ ഡി എക്സ് ഓഫ് എക്സ് കോമ പി എം ലെസ് ദാൻ ഫൈ ഓഫ് പി എം ബൈ ടു ആയിരിക്കും. ഇത് രണ്ടും യൂസ് ചെയ്യുമ്പോൾ ഡി എക്സ് ഓഫ് വൈ കോമ പി എം ലെസ് ദാൻ ഡെൽറ്റ പ്ലസ് ഫൈ ഓഫ് പി എം ബൈ ടു. ദെൻ ഡെൽറ്റ ഈക്വൽ ടു മിനിമം ഓഫ് ഫൈ ഓഫ് പി വൺ ബൈ ടു ഫൈ ഓഫ് പി ടു ബൈ ടു എക്സെട്ര ഫൈ ഓഫ് പി എൻ ബൈ ടു ആയതുകൊണ്ട് ഡെൽറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈ ഓഫ് പി എം ബൈ ടു ആയിരിക്കും. അത് യൂസ് ചെയ്യുമ്പോൾ വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈ ഓഫ് പി എം ബൈ ടു പ്ലസ് ഫൈ ഓഫ് പി എം ബൈ ടു വിച്ച് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് പി എം. ദെൻ ഡി എക്സ് ഓഫ് വൈ കോമ പി എം ലെസ് ദാൻ ഫൈ ഓഫ് പി എം. ദെൻ ഡി എക്സ് ഓഫ് വൈ കോമ പി എം ലെസ് ദാൻ ഫൈ ഓഫ് പി എം ആയതുകൊണ്ട് ഇക്വേഷൻ 1 നിന്നും
dy of f of y comma f of pm less than epsilon by 2. Then dy of f of x comma f of y എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു dy of f of x comma f of pm പ്ലസ് dy of f of pm comma f of x. അത് dy എന്നുള്ളൊരു മെട്രിക് ആണ് എന്നുള്ളതിൽ നിന്നും അതിൻ്റെ തേർഡ് കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ദെൻ ഇക്വേഷൻ 2-വിൽ dy of f of x comma f of pm എന്നുള്ളത് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്നും ഇക്വേഷൻ 3-യിൽ dy of f of y comma f of pm എന്നുള്ളത് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്നും നമ്മൾ വെരിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിവിടെ യൂസ് ചെയ്യുമ്പോൾ dy of f of x comma f of y ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 പ്ലസ് എപ്സിലോൺ ബൈ 2, അതായത് വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ. സോ dx of x comma y ലെസ് ദാൻ ഡെൽറ്റ ആകുന്ന വിധത്തിൽ മെട്രിക് സ്പേസ് എക്സിൽ നിന്നും ആർബിട്രറി ആയിട്ട് രണ്ട് പോയിൻറ്റ്സുകൾ എക്സും വൈയും ചൂസ് ചെയ്തപ്പോൾ dy of f of x comma f of y ലെസ് ദാൻ എപ്സിലോൺ എന്ന് നമുക്ക് വെരിഫൈ ചെയ്യുവാൻ സാധിച്ചു. അതായത് കറസ്പോണ്ടിങ് ടു എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a delta greater than 0 satisfying the condition dy of f of x comma f of y less than epsilon for all x comma y in x for which dx of x comma y less than delta. ഇത് ഫംഗ്ഷൻ എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷനാണ്. അതിൽ നിന്നും എഫ് ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ എക്സ്. ഇതാണ് നമുക്ക് വെരിഫൈ ചെയ്യുവാനുണ്ടായിരുന്നത്. അതായത് എഫ് ഒരു കോമ്പാക്റ്റ് മെട്രിക് സ്പേസിൽ നിന്നും മറ്റൊരു മെട്രിക് സ്പേസിലേക്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ ആ ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കും. അതാണ് നമുക്ക് ഈ തിയറത്തിൽ വെരിഫൈ ചെയ്യുവാനുണ്ടായിരുന്നത്.